എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ അടന്ന തേങ്ങയും ഉണ്ട്. അടന്ന തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ഇതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് അതിലോട്ട് ചേർക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് നാരകത്തിൻ്റെ ഇല കൂടി മുറിച്ചിടാം. നാരകത്തിൻ്റെ ഇല ഇട്ടാൽ നല്ല ടേസ്റ്റ് കിട്ടും ചമ്മന്തിപ്പൊടിക്ക്. അടന്നു വന്ന തേങ്ങയെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുവാണേ. ഞാൻ ഇപ്പോഴാണ് ചേർക്കുന്നത്. ആദ്യം തിരുമിയ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷമാണ് ഞാൻ ഈ പൊടിച്ച തേങ്ങ ചേർക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക എല്ലാം കൂടി. ഏറെ തേങ്ങയുണ്ട്, പക്ഷെ പൊടിച്ച് വരുമ്പം ഇത്രയും തേങ്ങ കാണത്തില്ല. ചമ്മന്തിപ്പൊടി ആക്കി എടുക്കുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് മൂക്കുന്നിടം വരെ നന്നായിട്ട് വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കിതിലേക്ക് പുളിയും കൂടെ ഇടാം. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇട്ടാൽ മതി. പുളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നിർത്താതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തേങ്ങ നല്ലതുപോലെ വറന്നു വന്നിട്ടുണ്ട്. ചമ്മന്തിപ്പൊടിയുടെ പരുവമായിട്ടുണ്ട്. നമുക്കിത് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഇവിടെ ചമ്മന്തിപ്പൊടി റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കണം. എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം.